അല്ല ഗൈസ്, നമുക്ക് നല്ല കിട്ടില്ല തേങ്ങ അരച്ച മാന്തക്കറി ആയാലോ. ആദ്യം ഞാൻ നന്നായിട്ട് ഇത് വൃത്തിയാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അരപ്പ തയ്യാറാക്കുന്നത് ഫസ്റ്റ് തന്നെ. മിക്സിയിലിട്ട് നന്നായിട്ട് തേങ്ങ മാത്രം, വേറെ ഒന്നും അതിനകത്ത് ആഡ് ചെയ്യണ്ട, അത് മാത്രം ഇട്ട് അടിക്കുക. അത് അരച്ച് ഒരു ഭാഗത്ത് മാറ്റി വെച്ചാൽ ചട്ടിയൊക്കെ എടുത്ത് അതിനകത്തേക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, അത് കുറച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, അത് ലേശം മതി. പിന്നെ ഞാൻ പുളിവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് സെറ്റാക്കുക. ആ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ അരപ്പുണ്ടല്ലോ തേങ്ങേൻ്റെ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്, നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തണച്ച് വരുന്ന സമയത്ത് നമ്മൾ മീനിട്ട് കൊടുക്കുക. മീനിട്ട് കൊടുത്തിട്ട് അധികം വേവുന്നില്ല, നമുക്കൊരു 10 മിനിറ്റോളം മതി. മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. പിന്നെ ഞാൻ വറവിടുന്നത് തീരെ തരം ടേസ്റ്റാണ്, ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിലാണത് ചെയ്യുന്നത്. ഇനി കറിവേപ്പില ആഡ് ചെയ്ത് കറി റെഡിയായി ഗൈസ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്നും എന്തായാലും തയ്യത് വെക്കാം.